Hi all, magic morning. Magic Magic morning. morning. Okay. Magic morning. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും Magic morning. ഫ്രഷ് മൈൻഡോട് കൂടെ ഇരിക്കുകയാണ് അല്ലെ? നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പം ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നല്ലൊരു സെഷനായിട്ട് ഇന്നൊരു ട്രെയിനർ നമുക്ക് വന്നിട്ടുള്ളത്. അതായത് ശ്രീധരൻ എന്ന ട്രെയിനറാണ് ഇന്ന് സെഷൻ എടുക്കാൻ പോകുന്നത്. സാറിന്റെ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന ഒരു ടോപ്പിക്കാണ് സാർ ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ടോപ്പിക് തന്നെയാണ്. സോ നമുക്ക് സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ശ്രീധരൻ സർ, ശ്രീധരൻ സർ. ഓക്കെ സർ, പ്ലീസ് വെൽക്കം. സർ ഓഡിബിൾ അല്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഓക്കെ, ഷാൾ വി സ്റ്റാർട്ട്? കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ട് യെസ്. ഓക്കെ. മേഡം, ഇത് എത്ര മണി വരെയാണ് സാധാരണ ഇത് ടൈം അലോട്ടഡ് ആയിരിക്കുന്നത്? സാറിനൊരു 6:15 വരെയൊക്കെ സെഷൻ എടുക്കാം. ഓക്കെ 20 വരെ മാക്സിമം. ഓക്കെ. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. Good morning, sir. Good morning, sir. ഓക്കെ, Good morning, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Morning, sir. ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പം ഞാനിത് നിങ്ങളുടെ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സെഷനിനകത്ത് കുറച്ച് നേരം അല്ല, അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പോയത് മുഴുവൻ നമ്മുടെ മനസ്സിൻ്റെ നടക്കാത്തതോ അല്ലെങ്കിൽ നടക്കുന്നതോ ആയ ആഗ്രഹങ്ങളിലൂടെയാണ്. ദ വേ വി വുഡ് ലൈക്ക് ടു ബി സംതിങ് ഇൻ അവർ ലൈഫ്. നമുക്ക് നടക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളിലൂടെ നമ്മൾ മനസ്സ് സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റ്, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാകുക. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കാര്യങ്ങളെ ചെയ്യാം. ഒന്ന്, ഇത് പറയുക, നിങ്ങൾക്ക് ഒരാഗ്രഹങ്ങൾ ഉണ്ടാവാം. അതിനു വേണ്ടി രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വി ഹാവ് ടു ഹാവ് എ ഡ്രീം, വി ഹാവ് ടു ഹാവ് എ ടാർഗറ്റ്, വി ഹാവ് ടു ഹാവ്. അത് ജോബിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, ജീവിതത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മളൊരു മനുഷ്യൻ എപ്പോഴാണ് സംതൃപ്തനാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവുമ്പോൾ അല്ല, ഇഷ്ടം പോലെ സമയം ഉണ്ടാവുമ്പോൾ അല്ല, എന്തും ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ നമുക്ക് മടുക്കുക ചെയ്യാം. നേരെ മറിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ വിചാരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എപ്പോഴും സംതൃപ്തി ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ പുറകെ പോയിക്കൊണ്ടേയിരിക്കും. വെൻ യു ആർ നോട്ട് കണ്ടന്റ് വിത്ത് യുവർ ലൈഫ്, യു വിൽ നെവർ ബി ഹാപ്പി. ഒരു പണം എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജീവിതത്തിൽ. പക്ഷെ അത് കാറിൻ്റെ പെട്രോൾ പോലെയാണെന്നാണ് പറയുക. കാറിൽ പെട്രോൾ അടിച്ചില്ലെങ്കിൽ കാർ ഓടില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്രോൾ ടാങ്കിൽ അടിക്കുന്ന പെട്രോളിനേക്കാൾ കൂടുതൽ പെട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കാറിന് അതൊരു ബാധ്യതയാണ്. നമ്മുടെ ജീവിതത്തിൽ മൈൻഡ്ഫുൾനെസ്, അതായത് മൈൻഡ്ഫുൾനെസ്സിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, ബി ഇൻ ദ മൊമെൻറ്റ്, ഈ നിമിഷങ്ങളിലേക്ക് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക എന്ന് പറയുക. അല്ലെങ്കിൽ എൻ്റെ മൈൻഡിനെ, ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എൻ്റെ മൈൻഡിനെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ചെയ്യുവാൻ എങ്ങനെ പര്യാപ്തമാക്കി എടുക്കണം എന്നുള്ളതാണ്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങൾ ഒരു തള,
തളാപ്പ് എന്ന് പറയും ഇവിടെ. കണ്ണൂരൊക്കെ തളാപ്പ് എന്ന് പറയും. മലബാർ ഭാഗങ്ങളിൽ തള എന്ന് പറയും. അങ്ങോട്ട് അതായത് എൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ അവിടെ ഒക്കെ തള എന്ന് പറയും. തള എന്ന് പറഞ്ഞാൽ തെങ്ങിനൊക്കെ കയറാൻ വേണ്ടി പണ്ട് ആളുകൾ ഇട്ടിരുന്ന ഒരു കയറ് കൊണ്ടിട്ടിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ദാറ്റ് വി ആർ യൂസിങ് ഫോർ ക്ലൈംബിങ് എ ട്രീ. ആ തളയിടുമ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, തെങ്ങിനിടുന്ന തള കൊണ്ട് ഒരിക്കലും കവുങ്ങിന് കയറാൻ പറ്റില്ല. നമ്മൾ ഓരോ മനുഷ്യൻ്റെയും സ്വപ്നങ്ങൾ വേറെ വേറെയാണ്. ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ വേറെ വേറെയാണ്. ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതികൾ വേറെ വേറെയാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി ആ ആഗ്രഹങ്ങളിലേക്ക് എ വിഷൻ, തൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശില്പ മാഡം, താങ്ക് യു. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുന്നത്. അത് 2-3 രീതിയിലാണ്. ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹങ്ങളെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് പണം, സമ്പാദ്യം, കുടുംബം, നല്ല രീതിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന അങ്ങനെ സന്തോഷം തോന്നുന്നവരുണ്ട്. ചിലർ സോഷ്യലായിട്ടുള്ള സ്റ്റാറ്റസ് കിട്ടുമ്പോൾ, മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ സന്തോഷം തോന്നുന്നവരുണ്ട്. ചിലർ സന്തോഷിക്കുക എന്ന് വെച്ചാൽ സ്പിരിച്വലാണ്, അതായത് അവർക്ക് ദൈവം എന്ന് പറയുന്നത്, ഞാൻ മതത്തിനെ കുറിച്ചല്ല പറയുന്നത്, മതത്തിനപ്പുറത്തേക്കുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ മതമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ആ മതത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ഉയർച്ച കിട്ടുമ്പോൾ അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ട്. അപ്പോൾ ഏത് രീതി, അതായത് സ്പിരിച്വലായിട്ട് ഉയർന്നു പോകണമെന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കിട്ടിയാലും അയാൾക്ക് അതിനകത്തേക്കൊരു സന്തോഷം തോന്നണം എന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് മേക്കിംഗ് അസ് ഹാപ്പി. നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇക്കിഗൈ എന്ന് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഒന്ന് കിട്ടിയാലും നമുക്ക് സംതൃപ്തി ഉണ്ടാവുകയില്ല. അപ്പോൾ സംതൃപ്തി വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വാട്ട്സ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ നടന്നു പോകുന്ന വഴികൾ ഏതെന്നും, അല്ലാതെ മറ്റൊരാൾ പറയുന്ന വഴികളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു കോപ്പി ചെയ്യുമ്പോൾ അയാൾ കയറുന്ന ബസ്സിൽ നമുക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് അയാളുടെ ബസ്സിൽ പോകാനേ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ പോകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവറായി നമ്മൾ പോകണമെങ്കിൽ യു ഷുഡ് ബി ഇൻ എ ഡ്രൈവേഴ്സ് സീറ്റ്. അല്ലെങ്കിൽ ഓരോരോ ആളുകൾ കാണിച്ചു തരുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ വേ. സ്വന്തമായിട്ട് വഴികളിലൂടെ നടക്കാത്ത ഒരാൾ പോലും ഇവിടെ ഒരു മാറ്റമുണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഫൈൻഡ് യുവർ ഓൺ വേ, ഫൈൻഡ് യുവർ ഓൺ പർപ്പസ്. അതിനെയാണ് നമ്മൾ ഇക്കിഗൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇക്കിഗൈ ഉണ്ട്. ആ ഇക്കിഗൈ എന്ന് പറഞ്ഞാൽ ഒരു ജപ്പാനീസ് കൺസെപ്റ്റാണ്. ഒരു പുസ്തകം തന്നെ അതിനെക്കുറിച്ച് ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന, നമുക്കിവിടെ ഒരു 40 വയസ്സാകുമ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, 40 ആവണ്ട, 10-30 വയസ്സാകുമ്പോൾ തന്നെ അത്രയും നല്ല രീതിയിലാണ് നമ്മൾ അടിച്ച് കയറ്റുന്ന എല്ലാ സാധനവും. ഒരാൾക്ക് കഴിക്കാൻ വേണ്ട ഭക്ഷണത്തിൻ്റെ 4 ഇരട്ടിയൊക്കെ നമ്മളൊരു മിക്സിയിലേക്കൊക്കെ നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. ആ അടിക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ 10 ഇരട്ടി ഫുഡൊക്കെ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ മിക്സിക്ക് എന്താ പറ്റുക? ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ ഒരു 10 പേർക്കുള്ള ഫുഡ് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രൈൻഡറിൽ ഒരു 500 പേർക്കുള്ള ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഡെയിലി അതിനെ വർക്ക് ചെയ്യിപ്പിച്ചാൽ എന്താ പറ്റുക? സെയിം സാധനമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മുടെ വയറ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു ഗ്രൈൻഡറാണ്. ആ ഗ്രൈൻഡറിലേക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫുഡ് എത്ര ഫുഡാണ്? നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 10 ഇരട്ടിയോ 20 ഇരട്ടിയോ 100 ഇരട്ടിയോ ഒക്കെ ആണ് നമ്മൾ ഡെയിലി തട്ടുന്നത്. ഒരു 10-15 വർഷത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണെങ്കിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ നാവിൻ്റെ രുചി നിലനിർത്താൻ വേണ്ടിയാണെന്നാണ് നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പലപ്പോഴും എല്ലാവരും, ഏകദേശം ആളുകളും, അവർക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ ഉണ്ടാവും. അത് ഒരു അഡിക്ഷനാണ്. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്ത് ആ ഫുഡുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവസാനം നമ്മുടെ ശരീരത്തിനെ തന്നെ രോഗത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ആൾ
വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. 100 വയസ്സുള്ള അപ്പൂപ്പന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ വളരെ ചുറുചുറുക്കോടെ ജോലിക്ക് പോകുന്നത് കാണാം. ഇവിടെ നിന്ന് 10-20 വയസ്സാവുന്ന ഒരാൾ, അയ്യോ ഇവിടെ വേദന, ഇവിടെ വേദന, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നല്ല ഡ്രസ്സൊക്കെ ആയിരിക്കും, നല്ല എല്ലാം ഉണ്ടാവും. പക്ഷെ നടക്കുമ്പോൾ വേദന. ഒരു 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 ഡെയിലി ഒരു 4-5 ഗുളിക വേണം. ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പ്രായമായി. 50-60 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവനെ എടുത്തോണ്ട് പോകണം. അപ്പോൾ അത് എല്ലാത്തിലും എന്തായാലും ഗുളിക എന്ന് പറയുന്ന ഇന്നൊരു നമ്മുടെ ഒരു ജീവിതത്തിൽ ഭക്ഷണം നിങ്ങൾ മരുന്നായി കഴിച്ചില്ലെങ്കിൽ മരുന്ന് നിങ്ങൾ ഭക്ഷണമായി കഴിക്കേണ്ടി വരും എന്നാ പറയാം. അപ്പം മനസ്സും കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനെ ഫേക്ക് ചെയ്തിട്ട് കാര്യമില്ല. റിയാലിറ്റീനെ നമ്മൾ അംഗീകരിക്കുക. ഫേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ സമാധാനമായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം കിട്ടും. ആ അനുഭവങ്ങൾ നമ്മൾ റിയാലിറ്റിയിലും കൂടി നമ്മളത് കൊണ്ടുവന്നാൽ മാത്രമേ അത് ഡെയിലി മുഴുവൻ നമ്മുടെ കൂടെ അത് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഞാൻ പറയുന്നത് ഇന്ന് എന്തിനെക്കുറിച്ച് പറയണം എന്നുള്ള കുറേ ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്കിപ്പോൾ തോന്നുന്നത് വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഇക്കിഗൈ. എങ്കിൽ മാത്രമേ കാരണം ഇവിടെ മെഡിറ്റേഷൻ്റെ സാറ് പറഞ്ഞു, വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ മെഡിറ്റേഷൻ ഇനി എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതെന്താണ് എന്ത് രീതിയിൽ ചെയ്യണമെന്നോ നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇക്കിഗൈ എന്ന് പറയും. ഇക്കിഗൈ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഇതിനകത്ത് എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ കണ്ടന്റ് ആണ്, അതായത് ഞാൻ പോകുന്ന വഴികൾ ശരിയായിട്ടുള്ള വഴികളാണ്, ഐ എം സാറ്റിസ്ഫൈഡ് എൻറ്റയർലി, അത് ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെയാണ്. നിങ്ങളത് ഏത് വഴിയിലൂടെയാലും, നോബഡി ഹാവ് എനി കൺസേൺ വിത്ത് യുവർ ലൈഫ്, whatever be the decision you are taking in your life is yours decision. നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം. അതിനകത്ത് ചോദ്യം ചെയ്യാൻ ആർക്കുമില്ല. അത് നിങ്ങൾക്ക് വെറുതെ നടക്കണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നടക്കാം, കവിത പാടി നടക്കണം എന്നാണെങ്കിൽ അങ്ങനെ നടക്കാം, ജീവിതത്തിൽ സമ്പാദിച്ച് കൂട്ടണം എന്നാണെങ്കിൽ അങ്ങനെ നടക്കാം, ഇനി ആധ്യാത്മികമായിട്ട് പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. ദാറ്റ് ഇസ് എൻറ്റയർലി യുവർ ഡിസിഷൻ. നോബഡി ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നതാണ് ശരിയെന്നോ അങ്ങനെ പോകുന്നതാണ് ശരിയെന്നോ അല്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് എന്തോ അതാണ് നിങ്ങളുടെ ശരി. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ആം എന്ന് പറയുന്ന, നെഞ്ചിൽ കൈവച്ച് എന്നോട് ഇവിടെ ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ മൈക്ക് ഓൺ ആക്കി പറയണ്ട, നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക, ഹൗ മച്ച് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. എൻ്റെ ജീവിതമായിട്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്, ഇതാണോ ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്ന് നിങ്ങൾ ചോദിക്കുക. അന്ധമായിട്ട് നമുക്ക് ആകാശത്തേക്ക് വെടിവെച്ചൊക്കെ പോകാം, ബട്ട് നമ്മുടെ ജീവിതത്തോട് കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക, ആം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ഐ ആം ഗോയിങ്. ഒരുപക്ഷെ ഇതിനകത്ത് 20 വയസ്സുള്ള ആളുകളുണ്ടാവും, 60 വയസ്സുള്ള ആളുകളുണ്ടാവും, 15, 20, 25, 50 ഒക്കെ വയസ്സുള്ള ആളുകളുണ്ടാവും. ബട്ട് യു തിങ്ക് ആം ഐ. മറ്റുള്ളവരോട് അടികൂടുമ്പോൾ ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാനൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും, യെസ് ഞാനൊരു ഭയങ്കരാണെന്ന്. ബട്ട് യു ഹാവ് ടു ആസ്ക്, ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണോ എൻ്റെ ജീവിതത്തിൽ ഞാനെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. മറ്റൊരാളെയും ബോധ്യപ്പെടുത്തുന്നത് ഈ ആണെങ്കിലാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി നിൽക്കാം. പക്ഷേ കിടക്കുന്ന സമയത്ത് എന്ത് നേടിയിട്ടെന്താ കാര്യം, ജീവിതത്തിൽ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്ത് നിട്ടാനാന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ കിടക്കാൻ പോകുന്ന സമയത്ത് വെൻ യു ആർ ഫീലിംഗ് അലോൺ, യു ആർ വിത്ത് യുവർ കോൺഷ്യസ്നസ്, നിങ്ങളുടെ മനസാക്ഷിയുമായിട്ട് നിങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയം. ആ സമയത്ത് മനസമാധാനത്തോടെ നിങ്ങൾക്ക് ഒരു ദിവസം ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ്. എന്തുണ്ടായിട്ടും സ്വന്തം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തുന്നവൻ എന്താന്ന് ചോദിച്ച പോലെ ആ മനസമാധാനം എന്ന് പറയുന്നതിന് പകരം വെക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം അത് നമ്മളെ ഒരവസ്ഥയിലേക്ക് കണ്ടന്റ് ആയിരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇക്കിഗൈ എന്ന് പറയുന്നത് നമ്മളെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ജീവിതത്തിൽ മടുപ്പുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇക്കിഗൈ എന്ന് പറയുന്നത് കണ്ടെത്തണം. അത് എൻ്റെ താല്പര്യങ്ങളായിരിക്കില്ല ഇവിടെയുള്ള താല്പര്യങ്ങൾ. ഇപ്പോൾ 2-3 ചോദ്യങ്ങളും കൂടിയുണ്ട്. ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ്, പക്ഷെ ഞാൻ അതിൻ്റെ മുന്നേയുള്ള ഒരു നിലവൊരുക്കലാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ 4-5 ചോദ്യം ചോദിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിനകത്ത് റൊണാൾഡോയെയും മെസ്സിയെയും അറിയാത്ത ആരുമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സാണ്. അത് ഞാനത് പറയേണ്ട കാര്യമില്ല, ഓൾമോസ്റ്റ് എവരിബഡി നോസ്.
അതേപോലെ തന്നെ AR റഹ്മാന് നിങ്ങൾക്കൊക്കെ അറിയാം. യേശുദാസും AR റഹ്മാനും ഒക്കെ നമ്മുടെ അറിയപ്പെടുന്ന പാട്ടുകാരാണ്. മമ്മൂട്ടി, മോഹൻലാൽ, അല്ലെങ്കിൽ അമീർ ഖാൻ, സൽമാൻ ഖാനൊക്കെ നല്ല അഭിനേതാക്കളാണ്. ആൽബർട്ട് ഐൻസ്റ്റീനും ഇവരൊക്കെ നല്ല സയൻറ്റിസ്റ്റ്, അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ, തോമസ് ആൽവ എഡിസൺ ഒക്കെ നമ്മളെ വേൾഡ് ഫേമസ് സയൻറ്റിസ്റ്റാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇനിയിപ്പോൾ യൂസഫ് അലി ആയാലും അംബാനി ആയാലും ഒക്കെ നല്ല ബിസിനസ്സുകാരാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ തോമസ് ആൽവ എഡിസൺ അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനും റൊണാൾഡോയും AR റഹ്മാനും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഫുട്ബോൾ കളിക്കാൻ മത്സരിച്ചാൽ, ഈ മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഉള്ള കൂട്ടത്തിൽ മത്സരിച്ചാൽ ആരാണ് ജയിക്കുക ഫുട്ബോളിൽ? ആരാ ജയിക്കുക? മെസ്സിയാ ജയിക്കുക, അല്ലെ റൊണാൾഡോ ആ ജയിക്കുക? അവർ ഗോളടിച്ച് പോകും, ചിലപ്പോൾ 100 ഗോളടിക്കും, ശരിയല്ലേ? പക്ഷേ ഇവർ മത്സരം നടത്തുന്നത് പാട്ട് പാടുന്നതിനാണെങ്കിലോ? നിങ്ങൾ മെസ്സി ഒന്ന് പാട്ട് പാടി നോക്ക്, പശു വരെ നമ്മളെ കയറും പൊട്ടിച്ചോടും. അറിയില്ലേ, ഞാൻ പറഞ്ഞതാണ് സ്വാഭാവികമായിട്ട്, ശരിയല്ലേ? പക്ഷേ AR റഹ്മാൻ്റെ പാട്ട് കേട്ടാൽ പശു ചിലപ്പം പുല്ല് നിർന്ന് ആ പാട്ട് കേൾക്കാൻ വേണ്ടി വരും. അപ്പോൾ രണ്ടുപേരുടെയും കഴിവുകൾ, താല്പര്യങ്ങൾ വേറെയാണ്. ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതാണെങ്കിൽ നിങ്ങളെ ഞെട്ടിച്ചിരിക്കുന്ന അമീർ ഖാൻ്റെ ദംഗൽ പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ നേരെ മറിച്ച് ഇവരാരെങ്കിലും ഒന്ന് അഭിനയിച്ച് നോക്കട്ടെ. അപ്പോൾ ചോദ്യം ഇതേ ഉള്ളൂ, അവരുടെ 5 പേരുടെയും മേഖലകൾ വേറെയാണ്. ഇതിനകത്ത് അമീർ ഖാനാണോ കഴിവ് കൂടുതലുള്ളത്, ഇനി മെസ്സിക്കാണോ കഴിവ് കൂടുതലുള്ളത്, റൊണാൾഡോനാണോ കഴിവ് കൂടുതലുള്ളത്, ഇനി അതല്ല ഞാൻ പറഞ്ഞതുപോലെ മറ്റ് അഭിനേതാക്കൾക്കാണോ, ആർക്കാണ് കഴിവ് കൂടുതലുള്ളത്? പറക്കുന്ന പക്ഷിക്കാണോ, ഓടുന്ന ചീറ്റക്കാണോ, നീന്തുന്ന മീനിനാണോ, മരം കയറുന്ന അണ്ണാറക്കണ്ണനാണോ, ഇനി പറന്നു പോകുന്ന പക്ഷികൾക്കാണോ കഴിവ് കൂടുതലുള്ളത്? നമ്മൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്, ശരിയല്ലേ പറയുന്നത്? പക്ഷിയുടെ കഴിവ് വെച്ചിട്ട് നിങ്ങൾ പറയാൻ പറ്റുമോ ടൈഗറിന് കഴിവ് കുറവാണെന്ന്? അല്ലേ ടൈഗറിൻ്റെ കഴിവ് വെച്ചിട്ട് പറയാൻ പറ്റുമോ? നീന്തുന്ന മത്സരമാണെങ്കിൽ അവിടെ ആരാ ജയിക്കുക? മീന് ജയിക്കും. പറക്കുന്ന മത്സരമാണെങ്കിൽ പക്ഷി ജയിക്കും. ഒരു പക്ഷിയെ നമ്മൾ ഒരിക്കലും മീനാക്കാൻ നോക്കരുത്. പക്ഷിയെ ഒരിക്കലും മീനാക്കാൻ പഠിപ്പിക്കരുത്. മീനിനെ ഒരിക്കലും ചീറ്റപ്പുലിയാക്കാൻ പഠിപ്പിക്കരുത്. മീന് ആവേണ്ടത് കൂടുതൽ നല്ല മീനാവാനാണ്. ചീറ്റപ്പുലി ശ്രമിക്കേണ്ടത് കൂടുതൽ നല്ല ചീറ്റപ്പുലി ആകാനാണ്. ഞാൻ ശ്രമിക്കേണ്ടത് കൂടുതൽ നല്ല ഞാനാവാനാണ്. മറ്റൊരാൾ, ഇതിനകത്ത് ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ XYZ, വട്ട് എവർ ഇറ്റ് ഈസ്, വട്ട് എവർ ബി യുവർ തോട്ട്സ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോരുത്തരും ശ്രമിക്കേണ്ടത് അവരവരാകാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഒരിക്കലും ഒരു യൂണിവേഴ്സലായിട്ട് നമ്മളൊരു പട്ടാള ചിട്ടയിലൂടെ ഇതാണ് ശരി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വി ആർ ഇമിറ്റേറ്റിംഗ് സം അതേഴ്സ് ലൈഫ്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ വഴികളാണ്, നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ വഴികൾ തന്നെയാണ്. അങ്ങനെയുള്ളവർ മാത്രമാണ് ജീവിതത്തിൽ അവരവരുടെ സന്തോഷം കണ്ടെത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ പുറകെ നടന്നു പോകാമെന്നല്ലാതെ ഒരിക്കലും നിങ്ങൾ ആത്യന്തികമായിട്ടുള്ള ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ വഴികൾ നിങ്ങൾ ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല. അപ്പോൾ ഇക്കിഗൈ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് ഓരോരുത്തരുടെയും എങ്ങനെയാണ് ജീവിതത്തിൽ എങ്ങനെയാണ് പർപ്പസ്ഫുള്ള്. ഹിക്കിഗൈ എന്ന് പറഞ്ഞാൽ ലൈഫ് പർപ്പസ് എന്നാ പറയാ. എന്തിനു വേണ്ടി? വൈ ഷുഡ് ഐ ഹാവ് ടു ലിവ് ഇൻ ദിസ് വേൾഡ്? എന്തിന് ഞാൻ മടുക്കാതെ ജീവിക്കണം? പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, പൈസ ഉള്ള ആളുകൾക്ക് പൈസ ഇല്ലാത്തതാണ് പ്രശ്നം, പൈസ ഇല്ലാത്ത ആളുകൾക്ക് പൈസയാണ് പ്രശ്നം, കുടുംബമില്ലാത്ത ആളുകൾക്ക് കുടുംബമാണ് പ്രശ്നം, എന്താണോ നമുക്ക് ഇല്ലാത്തത് അതാണ് നമുക്ക് പ്രശ്നം, അംഗീകാരം ഇല്ലാത്തവർക്ക് അതാണ് പ്രശ്നം, നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ എനിക്കുണ്ടെന്നുള്ളൊരു ബോധ്യം, എൻ്റെ കഴിവ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എന്നെയാണ് ബാക്കി എല്ലാവർക്കും വേണ്ടി വരിക. നത്തിങ്, ഒന്നും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാൻ പറ്റില്ല. ഒരു കുതിരേനെ നിങ്ങൾ നോക്കിയാൽ മതി, കുതിരേൻ്റെ അടുത്ത് നിങ്ങളൊന്ന് പോയി നോക്കുക, വെറുതെ മെരുങ്ങാത്ത കുതിരയാണ്. നിങ്ങൾ അതിൻ്റെ കാലിൻ്റെ അടുത്തൊന്ന് പോയി നിന്നാൽ ഉറപ്പായും നിങ്ങൾക്കൊരു ചവിട്ട് കിട്ടും. ഒരു 10-20 മീറ്റർ ഇപ്പുറം നിങ്ങൾ തെറിച്ച് വീഴുകയും ചെയ്യും. ഞാൻ ഓഡിബിൾ അല്ലേ, കേൾക്കുന്നില്ലേ പറയുന്നത് അല്ലേ? ഓക്കെ, പറയണ്ട, അൺമ്യൂട്ട് ചെയ്യണ്ട, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കേൾക്കുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതെന്താന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നില്ല എന്നുള്ളത് മെഡിറ്റേഷനിൽ ഉറക്കത്തിലായിരിക്കുമല്ലോ പലരും, അതും കൂടെ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പക്ഷേ ആ മെരുക്കിയിരിക്കുന്ന കുതിരയുടെ അടുത്താണ് പോകുന്നതെങ്കിൽ ആ കുതിരയെ നിങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം? നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കാം, യാത്ര ചെയ്യാൻ ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്ത് പണിയും എടുപ്പിക്കാം. അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സും. ഇത് ഞാൻ പറഞ്ഞതല്ല, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കഴിച്ചിട്ട കുതിരയായിട്ട് പോവുകയാണെങ്കിൽ ആ കുതിരയുടെ പുറകെ ഓടി നിങ്ങൾ തളരുകയുള്ളൂ. നേരെ മറിച്ച് കടിഞ്ഞാണുള്ള കുതിരയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുതിരയെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പണിയും എടുപ്പിക്കാം.
ദാറ്റ് ഈസ് യുവർ മൈൻഡ്. ഒരു കുരങ്ങനെ സങ്കല്പിക്കുക. കുരങ്ങനെ നിങ്ങൾക്കറിയാം, കുരങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുകയില്ല. ആ കുരങ്ങനെ നമ്മളൊരു ചെറിയ കൂട്ടിലിട്ട് സങ്കല്പിക്കുക. ആ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ഓടിച്ചാടി കളിക്കും. ആ കുരങ്ങനെ നിങ്ങൾ കുറച്ച് മദ്യം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു രീതിയിലും നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടാവില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയില്ല. ദാറ്റ് ഈസ് യുവർ മൈൻഡ്. അതാണ് നമ്മുടെ മനസ്സ്. അങ്ങനെയുള്ള മനസ്സിനെയാണ് നമ്മൾ മെഡിറ്റേഷനിലൂടെയും മറ്റുള്ള ടെക്നിക്കുകളിലൂടെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നത്. അത് പക്ഷേ നമ്മളിപ്പം കുതിരേനെ കൺട്രോൾ ചെയ്തിട്ട് മാത്രം കാര്യമില്ല. കുതിരേനെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തീരുമാനമാണ്, നമ്മളെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. കൺട്രോൾ ആക്കുക, പക്ഷെ ആ കൺട്രോൾ ആക്കിയതിന് ശേഷം അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി നമ്മുടെ കൺസെപ്റ്റ് ലൈഫ് പർപ്പസ് കണ്ടെത്തുക എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിങ്ങൾ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ മൊബൈലായിട്ട് എഴുതാം, അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ എടുത്താൽ മതി. ഒന്നാമത്തത് ഒരു 6:10 ഒരു 5 മിനിറ്റ് ആണെങ്കിൽ വളരെ ചെറിയൊരു എക്സസൈസാണ്. ഇതൊരു എക്സസൈസ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്യുക. എനിക്ക് എഴുതണ്ട, നിങ്ങളാണ് ഓരോരുത്തരും അവരവരുടെ ഇക്കിഗയാണ് കണ്ടെത്താൻ പോകുന്നത്, അവരവരുടെ ലൈഫ് പർപ്പസാണ് കണ്ടെത്താൻ. പെന്നുണ്ടെങ്കിൽ അത്രയും നല്ല, കാരണം അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എൻ്റെ വഴികളല്ല നിങ്ങളെ വഴികൾ, നിങ്ങൾ ഒരാളുടെ വഴികളല്ല മറ്റൊരാളുടെ വഴികൾ. നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. ഓരോരുത്തരുടെ വഴികൾ നമ്മളിപ്പോൾ കണ്ടെത്താൻ പോവുകയാണ്. ഷാൽ വി സ്റ്റാർട്ട്? ഉറങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഹായെങ്കിലും ചാറ്റ് ബോക്സിൽ അടിച്ചാൽ നമുക്ക്, ഞാൻ ഈ ക്യാമറ ഓണാക്കി ഇരിക്കുന്ന ആളുകളെ മുഖം കാണുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ എന്താണെന്ന്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പോൾ ഉറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കിടക്കുകയാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക. അതിനകത്ത് നിങ്ങൾക്കുള്ള ഹോബി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരു 5-10 എഴുതുക. എന്തൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ്, ഭക്ഷണം കഴിക്കുക എന്ന് എഴുതുക. യാത്ര പോകാൻ ഇഷ്ടമാണ്, യാത്ര പോകാമെന്ന് എഴുതുക. പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ പഠിക്കാൻ ഇഷ്ടമാണെന്ന് എഴുതുക. പിന്നെ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ കളിക്കാൻ ഇഷ്ടമാണെന്ന് എഴുതുക. പിന്നെന്താ പറയുക, എഴുത്തുകൾ ഇഷ്ടമാണെങ്കിൽ എഴുത്തുകൾ ഇഷ്ടമാണെന്ന് പറയുക. പരദൂഷണം ഇഷ്ടമാണെങ്കിൽ പരദൂഷണം ഇഷ്ടമാണെന്ന് പറയുക. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതാണ് എനിക്ക് സന്തോഷമെങ്കിൽ അത് എഴുതുക. നല്ല കാര്യങ്ങൾ എഴുതുക, കാരണം മറ്റേതൊക്കെ നമുക്ക് പിന്നെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വാട്ട് യു ആർ ഗുഡ്, നമുക്ക് ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന, പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ കൂടി ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ എനിക്കും കാണാൻ പറ്റും നിങ്ങളുണ്ട് എന്നുള്ളത്. അത് വേണമെന്നില്ല, പറ്റുന്നവർ മതി. അപ്പോൾ എഴുതുക, എന്താണ് എൻ്റെ ഹോബി? ഹോബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നമ്മൾ പണ്ട് 5ാം ക്ലാസ് പഠിക്കും, വാട്ട് ആർ യുവർ ടെൽ മീ അബൌട്ട് യുവർ ഹോബീസ് എന്ന് പറയുമ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ, സിംഗിങ്, വെറുതെ നമ്മൾ എഴുതി. അങ്ങനെയല്ല, നിങ്ങൾ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ഞാൻ പറയുന്നു, ദിസ് ഈസ് ഫോർ ഫൈൻഡിങ് എ പർപ്പസ് ഓഫ് യുവർ ലൈഫാണ് എനിക്ക് കാണിക്കേണ്ട. ഇത് നിങ്ങൾ കീറിക്കളഞ്ഞാലും വലിച്ചെറിഞ്ഞാലും ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. ആരും നിങ്ങളോടൊരു പേപ്പർ ഇവിടെ ചോദിക്കുന്നില്ല. ഓൺലൈനാണ് സെഷൻ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുകയില്ല. ദിസ് ഈസ് ഫോർ ഫൈൻഡിങ്, ജസ്റ്റ് ഫോർ ഫൈൻഡിങ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ നോക്കേണ്ടത്. അടുത്തിരിക്കുന്ന ആളുടെ ലക്ഷ്യം നോക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല കേട്ടോ. 65 വയസ്സിലാണ് കേണൽ ആൻഡേഴ്സൺ തുടങ്ങിയ KFC ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖല. അയാൾ എത്രയോ തോറ്റുപോയതാണ്. അപ്പോൾ 20 വയസ്സോ 60 വയസ്സോ എന്നുള്ള ഒന്നും വിഷയമല്ല. വെൻ യു ആർ ടേക്കിംഗ് എ ഡിസിഷൻസ് ടു ചേഞ്ച് യുവർ ലൈഫ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച്, അതർവൈസ് ഇറ്റ് വിൽ ഗോ ആസ് ഇറ്റ് ഈസ്. മരണത്തിൻ്റെ ആ ഒരു അവസാനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പോലും ജീവിതത്തിൽ എന്താണ് ഞാൻ ജീവിച്ചത് എന്നുള്ളതിനൊരു ഉത്തരവ് നമുക്ക് കിട്ടുകയില്ല. അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ ഹാപ്പി ആയിരിക്കുന്ന ഒരു 10 എണ്ണം, 5 എണ്ണം, 5 ഉള്ളവർക്ക് 5 എണ്ണം, 10 ഉള്ളവർക്ക് 10 എണ്ണം. നിങ്ങൾ എത്ര ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യുന്നോ അത്രയും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഹോബി, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്ന കാര്യം, അത് എല്ലാം എഴുതി വെക്കുക. പെട്ടെന്ന് എഴുതുക. നിങ്ങൾക്ക് ആലോചിച്ചിങ്ങനെ ഇതുണ്ടോ അതുണ്ടോ എന്നൊന്നും വേണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യം, നിങ്ങൾക്ക് വാട്ട്
മേക്സ് യു ഹാപ്പി ഈസ് യുവർ ഹോബി. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടണം. ചിലർക്ക് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര, രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള കാര്യം പോലെ നോക്കണ്ടല്ലോ. അപ്പോൾ വാട്ട് മേക്സ് യു ഹാപ്പി വൈൽ ഡൂയിങ് ദാറ്റ് തിങ്, അതാണ് ഹോബി എന്ന് പറയുന്നത്. അത് ഒരു 5 or 10 എഴുതിയെന്ന് വിചാരിക്കുന്നു. ഷാൾ ഐ സ്റ്റാർട്ട് ടു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിക്കോട്ടെ. ഒരു യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ എഴുതിയ കുറേ ഉണ്ട്. ഞാൻ പാട്ട് പാടുന്നുണ്ട്, നിനക്ക് എഴുതി. പാട്ട് പാടുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. കവിത ചൊല്ലുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. കുറേ പൈസ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. കുറേ ബിസിനസ് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഇത് ലോകത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് പുസ്തകത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നത് പ്രാക്ടിക്കലാണ്, ഫോർ ദ ഫസ്റ്റ് ടൈം. വേറൊരാളും ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും കണ്ടിട്ടുമില്ല. നിങ്ങൾക്ക് തന്നെ അതുകൊണ്ട് അത് ഉറപ്പിക്കാം, ഇത് എന്താ പറയുക, വേറൊരാളുടെയും കോപ്പി അടിച്ചല്ല. അപ്പോൾ രണ്ടാമത്തെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അതിനകത്ത് വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങൾ ഈ ചെയ്യുന്നതിൽ ഇപ്പം നിങ്ങളുടെ ഇഷ്ടം തോന്നിയ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അവിടെ വെക്കുക. ഉദാഹരണത്തിന് പാട്ട് പാടുന്നുണ്ട്, ഞാൻ ബാത്റൂമിൽ നിന്ന് പാട്ട് പാടും. പക്ഷെ പുറമേ നിന്ന് പാട്ട് പാടാൻ എനിക്ക് എന്താണ് മടിയാണ്. കാരണം എനിക്ക് തന്നെ അറിയാം നന്നായിട്ട് പാട്ട് പാടാൻ പറ്റില്ല. എനിക്ക് പാട്ട് പാടുമ്പോൾ നല്ല സന്തോഷം കിട്ടുന്നുണ്ട്, പക്ഷെ അത് നന്നായിട്ട് പാട്ട് പാടാൻ എനിക്ക് പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്കില്ല. അപ്പം നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്ന, നന്നായിട്ട് എഴുതാൻ പറ്റുന്ന, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൽ തന്നെ ഞാൻ, അതായത് എൻ്റെ ഹോബിയിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് മാത്രം അവിടെ വെക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ അതിനകത്ത് നിന്ന് വെട്ടിക്കളിയുക. ഇപ്പം ഈ എഴുതിയതിൽ 5 or 10 എഴുതിയില്ലേ, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് മാത്രം അവിടെ വെക്കുക. ബാക്കിയെല്ലാം വെട്ടിക്കളിയുക. അതിനകത്ത് ഇത് തടഞ്ഞു കളഞ്ഞാൽ മതി. നിങ്ങൾ ഇത് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു 10 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4 or 5 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ഞാൻ വെച്ചാൽ ആരും കഴിക്കുകയില്ല, അപ്പോൾ ഞാനത് വെട്ടിക്കളയണം. പാട്ട് പാടാൻ എനിക്കിഷ്ടമാണ്, പക്ഷെ നന്നായിട്ട് പാട്ട് പാടുമെന്ന് എനിക്കറിയാം, അപ്പോൾ പാട്ട് പാടുന്ന അവിടെ നിന്നോട്ടെ. ഞാൻ നല്ല സ്പോർട്സ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പക്ഷേ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഗോളടിക്കും, പക്ഷേ സെൽഫ് ഗോളാണ് ഫുള്ള് പോകുന്നത്. എൻ്റെ ഗോളിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ ഞാനത് വെട്ടിക്കളയണം. നന്നായിട്ട് ചെയ്യുന്നത് മാത്രം അവിടെ വെക്കുക. അപ്പോൾ നമ്മളിപ്പം ബാക്കി വന്നത് ഏതൊക്കെയാ? എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, പിന്നെ അതിനകത്ത് ഞാൻ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളില്ലേ? അതെല്ലാവരും എഴുതിയില്ലേ? ഒന്ന് ചാറ്റിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യോ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ കിട്ടിയതിൽ നിന്ന് നിങ്ങളിപ്പോൾ ബാക്കിയുള്ളവർ അംഗീകരിക്കുന്നുണ്ടാവൂലേ? അതായത് നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടും, ആ പാട്ട് പാടുന്നത് നന്നായിട്ട് പാടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പാണ്, അത് മറ്റുള്ളവർ അംഗീകരിക്കും. എന്ന് പറഞ്ഞാൽ യേശുദാസ് പാടുന്നത് നമ്മൾ കേട്ട് നിൽക്കും, AR റഹ്മാൻ പാടുന്നത് നമ്മൾ കേട്ട് നിൽക്കും, മുഹമ്മദ് റാഫി പാടുന്നത് കേട്ട് നിൽക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ പാടിയാൽ നിങ്ങളെല്ലാവരും ഇവിടുന്ന് സൈൻ ഔട്ടായി പോവും. ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ നല്ല പാട്ടുകാരനാണ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് പാടണമെന്ന്, പക്ഷേ ഞാൻ നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇവിടുന്ന് കമ്പ്യൂട്ടർ ഓഫാക്കി മൊബൈൽ ഓഫാക്കി എറിഞ്ഞു പോകുന്നൊരവസ്ഥയാണെങ്കിൽ ഞാനത് വെട്ടിക്കളയണം. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഞാൻ നല്ലൊരു പ്രാസംഗികനാണ്, അപ്പോൾ ഞാനിത് പ്രസംഗിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ആ പ്രസംഗിക്കുന്നത് നിങ്ങളും അത് നന്നായിട്ട് കേട്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രം നമ്മളവിടെ വെക്കുക. മറ്റുള്ളവർ നിങ്ങളെ സ്വീകരിക്കുന്നത് കഴിവുകൾ, ആ കഴിവുകളുള്ളത് മാത്രം ആ കൂട്ടത്തിൽ വെക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നയാളാണ്, നിങ്ങൾക്കത് സന്തോഷം തരുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് കഴിക്കും, പക്ഷേ അത് മറ്റുള്ളവർ സ്വീകരിക്കണമെങ്കിൽ അവർക്കൊരു ഉപകാരം കിട്ടണ്ടേ അതിൻ്റെ അകത്തുനിന്ന്? ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സ്വീകരിക്കപ്പെടില്ലല്ലോ. ആ സ്വീകരിക്കപ്പെടാത്തത് മുഴുവൻ വെട്ടിക്കളിയാം. ഇനി ബാക്കി വരുന്നത് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, വാട്ട് മേക്സ് യു ഹാപ്പി, ദാറ്റ് ഈസ് യുവർ ഹോബി, നിങ്ങളുടെ ഹോബി ആയിരിക്കുന്ന
ആ ഹോബിയിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന, ആ നന്നായി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ മറ്റുള്ളവർ സ്വീകരിക്കുന്ന നിങ്ങളുടെ ഒരു കഴിവുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ സംഘാടന ശേഷിയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ എന്താ പറയുക, ഒരു ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകളായിരിക്കാം, നിങ്ങളുടെ എന്തായാലും അത് എന്താണോ ഉള്ളത് അത് മാത്രമായിരിക്കും ഇപ്പം ബാക്കി വന്നിട്ടുണ്ട്. ബാക്കി വെട്ടിക്കളയാം. മറ്റുള്ളവർ സ്വീകരിക്കുന്നത് മാത്രം അതിനകത്തുനിന്ന് ബാക്കി വെക്കുക, ബാക്കിയുള്ളതെല്ലാം നമ്മൾ വെട്ടിക്കളയാം. നിങ്ങൾ തന്ന ലിസ്റ്റ് ആദ്യം 10 ഉണ്ടാവും. ആ 10 കുറേ എണ്ണം നിങ്ങൾ ഗുഡ് അല്ല എന്നുള്ളത് കൊണ്ട് വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള കുറേ കാര്യങ്ങളിൽ, ബാക്കി വന്നതിൽ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഒരു 2-3 എണ്ണം ബാക്കി വരും. ആ 2-3 എണ്ണം എന്തൊക്കെയായിരിക്കും? 1, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടും. 2, നിങ്ങൾക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട്. 3-മത്തത്, നിങ്ങൾക്ക് ബാക്കിയുള്ളവരത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ ഒരു 5, ചിലർക്ക് 10 ഉണ്ടാവേ. ഓക്കെ, അതൊന്നും നമ്മൾ നിങ്ങളുടെ ഒരു ചോയ്സാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളൊരു പാട്ടുകാരനാണ്. നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട്. നിങ്ങളത് നന്നായിട്ട് പാടുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ ആ പാട്ടിനെ സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ആ പാട്ട് പാടുമ്പോൾ പൈസ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആർ യു ഏബിൾ ടു മേക്ക് മണി ഔട്ട് ഓഫ് ദാറ്റ്? നിങ്ങൾക്കതൊരു പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് വർത്ത് പേയിങ് ടു യു? നിങ്ങളിങ്ങനെ വെറുതെ പാട്ട് പാടി നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് മടുക്കും. നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെടുന്ന, അതായത് നിങ്ങൾക്ക് ഹോബി ആയിരിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ബാക്കിയുള്ളവർ സ്വീകരിക്കുന്ന ഒരു കാര്യം, അത് ചിലർക്ക് കളിയായിരിക്കാം, ചിലർക്ക് അത് അവരുടെ ഫുട്ബോളോ ക്രിക്കറ്റോ ആയിരിക്കാം, ചിലർക്ക് അതെന്താ പറയുക സംഗീതമായിരിക്കാം, ചിലർക്ക് പ്രസംഗമായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും ആവട്ടെ. അവർക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത് ഓരോ ഇതായിരിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രീതിയിൽ നമുക്ക് പേയ്മെൻറ്റിലേക്കാക്കി മാറ്റാൻ പറ്റുന്നത് മാത്രം ഇവിടെ വെക്കുക. ബാക്കിയുള്ള സാധനങ്ങൾ വെട്ടിക്കളയാം. ആ കൂട്ടത്തിൽ വെട്ടിക്കളയാം. ഉദാഹരണത്തിന്, എനിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റും, എനിക്കിഷ്ടമാണ് പാട്ട് പാടുന്നത്, നന്നായിട്ട് പാട്ട് പാടാൻ പറ്റും. അത് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അവരത് ആസ്വദിക്കുന്നുണ്ട്, അവർക്കത് പേയ്മെൻറ്റ്. ഇപ്പോൾ എ ആർ റഹ്മാൻ അല്ലെങ്കിൽ യേശുദാസ് അല്ലെ MG ശ്രീകുമാർ, അവരൊക്കെ പാട്ട് പാടാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് പാടുമ്പോൾ എല്ലാവരും അത് നന്നായിട്ട് അവർ പാട്ട് പാടുന്നുണ്ട്, എല്ലാവരും അത് സ്വീകരിക്കുന്നുണ്ട്. സ്വീകരിക്കുന്നതിന് മാത്രമല്ല, പാട്ട് പാടുന്നതിന് അവർക്ക് പൈസയും കിട്ടുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു കാര്യം നമ്മൾ കണ്ടെത്തുക ജീവിതത്തിൽ. ആ കണ്ടെത്തിയതിന് നമ്മളെ പ്രൊഫഷനാക്കുക. നിങ്ങൾക്ക് നന്നായിട്ട്, അതായത് ഇപ്പോൾ കോഴി വളർത്തലാണ്, കോഴി വളർത്തൽ അല്ല എന്താണോ ഉള്ളത്, അത് നമുക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് ഭയങ്കര താല്പര്യമുണ്ട്. പച്ചക്കറിയുടെ കൃഷി, അതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കൃഷി ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് അതിനകത്ത് നന്നായിട്ട് ചെയ്യാനും പറ്റും. മാത്രമല്ല, ഞാൻ ആ കൃഷി ചെയ്യുന്നത് കണ്ടിട്ട് ആളുകളെല്ലാം എന്നെ വല്ലാതെ എന്താ പറയുക ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എനിക്കതിൽ നിന്ന്, ഞാനൊരു ബിസിനസ്സാക്കി മാറ്റിയാൽ, ഒരു പ്രൊഫഷനാക്കി മാറ്റിയാൽ എനിക്കതിൽ നിന്ന് വരുമാനം കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു മടുപ്പുണ്ടാവില്ല. എനിക്ക് പൈസ കിട്ടുന്നതുകൊണ്ട് അതൊരു ഉപജീവന മാർഗമാണ്. അങ്ങനെയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ എന്തിനോട് മടുപ്പുണ്ടായാലും അതിനോടൊരു മടുപ്പുണ്ടാവില്ല. അതാണ് നമ്മുടെ ഇക്കിഗൈ എന്ന് പറയുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഗാർഡനിങ് ഇഷ്ടമുള്ളവർ ചെടിയുടെ ബിസിനസ്സിലേക്ക് പോവുക. നന്നായിട്ട് പാട്ട് പാടാനും ആ രീതിയിലുള്ളവർ ആ രീതിയിലുള്ള കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക. ഇപ്പോൾ മെസ്സിയോട് ഒരിക്കലും പാട്ടുകാരനാവാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മാഷി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരോട് ക്ലാസ്സിൽ നിന്ന്, ഉണ്ടാവില്ലേ, നമ്മൾ ടീച്ചർമാരൊക്കെ ഉണ്ടായി ക്ലാസ്സിൽ, എന്തിനാടാ മെസ്സിയൊക്കെ ഇപ്പം ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ, എടാ മുന്നിലിരിക്കുന്നവനെ പഠിക്കുന്നവനെ പോയി നോക്കരുതോ, ഇനിയൊക്കെ എന്തിനാ വന്നിരിക്കുന്നതെന്ന്. ആ മുന്നിലിരിക്കുന്നവനെ ഇപ്പോൾ ആരറിയുന്നത്? ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. അയാൾ പാട്ട് പാടാൻ പോയിട്ടുണ്ട്, അയാൾ തന്നെ വിചാരിക്കും ഒന്നിനും പറ്റാത്തൊരു കുട്ടി. അയാൾ നന്നായിട്ട് എൻട്രൻസ് എഴുതിയിട്ട് ഡോക്ടറാകാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ വിചാരിക്കും എന്നെ കൊണ്ടൊന്നിനും പറ്റൂല എന്ന്. അയാളൊന്നും അല്ലാണ്ടാവും. എത്ര ടീച്ചർമാർ, എത്ര രക്ഷിതാക്കൾ അവരോട് പറഞ്ഞിട്ടുണ്ടാകും നിന്നെ കൊണ്ടൊന്നും നടക്കുകയല്ലടാ. കാരണം അവന് ഒരു മീനിനോട് ഓടാൻ പറയാണ്, മീനിനുണ്ടോ ഓടാൻ പറ്റുന്നത്? എന്നിട്ട് മീനിനോട് പറയും എനിക്കൊരു കഴിവില്ല, ഞാൻ ചീറ്റപ്പുലിനെ കണ്ട് പഠിക്കും.
പക്ഷി പറക്കുന്ന പക്ഷിയോടാണ് നമ്മൾ പറയുന്നത്. എന്താ പറയുക, ഗുഹ കുഴിക്കാൻ പറയാ പറക്കുന്ന പക്ഷിയോട്. എനിക്കെന്താ ഇനി ആ എലീനെ കണ്ടോ, അതൊക്കെ എത്ര നന്നായിട്ട് ആ ഗുഹ കുഴിക്കുന്നത്, ഇനി എന്തിന് പറ്റുവടാ എന്നാണ് നമ്മൾ ചോദിക്കുക. നമ്മളെ മക്കളോടും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഏട്ടൻ്റെ മക്കൾ, അനിയൻ്റെ മക്കൾ, കൂട്ടുകാരൻ്റെ മക്കൾ, 1-ാം ക്ലാസ് പഠിക്കുന്ന അവൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ നന്നായിട്ട് മാർക്ക് കിട്ടുമ്പോൾ നിനക്ക് മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ നീ അവനെ കണ്ട് പഠിക്കടാ, ഇവനെ കണ്ട് പഠിക്കടാ, നിനക്കെന്ത് കഴിവില്ലടാ എന്ന് ചെറുപ്പം മുതൽ നമ്മളോട് നമ്മുടെ രക്ഷിതാക്കൾ പറഞ്ഞു വെച്ചത്, നമ്മുടെ രക്ഷിതാക്കളോട് അവരുടെ രക്ഷിതാക്കൾ പറഞ്ഞു വെച്ചത് നമ്മളെ മക്കളോട് അതേപോലെ തന്നെ കൈമാറ്റം ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഇങ്ങനെ തലയിലേക്ക് കുത്തിവെക്കുന്ന നെഗറ്റിവിറ്റികളുടെ അവസാനം അവരെവിടെ നിന്നാണ് പോസിറ്റീവ് ആവുക ജീവിതത്തിൽ? അവർക്ക് എന്ത് കഴിവുണ്ട് എന്ന് അവർ വിചാരിക്കുക? ഒരിക്കലും വിചാരിക്കില്ല. നിങ്ങൾ എന്താണോ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഉള്ളിലേക്ക് കൊടുക്കുന്നത് മുഴുവൻ നെഗറ്റീവായിട്ട് മനസ്സ് പോസിറ്റീവായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വാട്ട് യു ആർ ഗിവിങ് ഇൻസൈഡ് വിൽ ഗിവ് യു ഔട്ട്സൈഡ്. സ്വന്തം ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ആ പർപ്പസ് നമ്മൾ കണ്ടുപിടിച്ച് അതിനു വേണ്ടി നമ്മൾ നിൽക്കാൻ നോക്കുക. മനസ്സിനൊരു ഭയങ്കരമായിട്ടുള്ള പവറുണ്ട്. ആ പവർ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കത് പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കത് പറ്റും. നിങ്ങൾക്കത് പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്കത് പറ്റില്ല. നിങ്ങൾക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള കഴിവ് ഇവിടെ വന്നവർക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ 5:30 എഴുന്നേറ്റ് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യു നീഡ് ടു ചേഞ്ച്. നിങ്ങൾക്കൊരു നല്ല ശക്തിയുള്ള ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. നല്ല ശക്തിയുണ്ട് അയാൾക്ക്, ഭയങ്കര മസിൽമാനാണ്. പക്ഷെ അയാളൊരു മാവിൻ്റെ മുകളിലുള്ള മാങ്ങക്ക് കല്ലെറിയണമെങ്കിൽ അയാൾക്ക് ഇവിടുന്ന് ചിലപ്പം കല്ലെറിഞ്ഞാൽ അമേരിക്കയിലുള്ള കുപ്പിച്ചില്ല് പൊട്ടിക്കാൻ അയാൾക്ക് പറ്റുന്ന അത്രയും ശക്തിയുള്ള അതിമാനുഷികനായൊരു വ്യക്തിയായാലും നമ്മുടെ വീടിൻ്റെ മുകളിലിരിക്കുന്ന മാങ്ങ എറിഞ്ഞിടണമെങ്കിൽ മാങ്ങക്ക് കൊള്ളാനുള്ള ലക്ഷ്യം വേണം. ആ ലക്ഷ്യമില്ലാണ്ട് നിങ്ങൾ എങ്ങോട്ടേക്കെങ്കിലും എറിഞ്ഞിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ? നേരെ മറിച്ച് നമ്മളെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് അങ്ങ് അമേരിക്കയിൽ പോയിട്ട് അടുത്ത ടൗണിൽ പോലും കല്ലെറിഞ്ഞെത്തിക്കാൻ പറ്റില്ല, പക്ഷെ അവന് മാങ്ങക്ക് കറക്റ്റ് എറിയാൻ പറ്റും. അപ്പം അവനെറിഞ്ഞാൽ മാങ്ങ വീഴും. പർപ്പസ് എന്താണെന്ന് അറിയുക, പർപ്പസിലേക്കുള്ള വഴി അറിയുക, ആ വഴി എങ്ങനെ നടന്നു പോകണം എന്നറിയുക, അതിനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടാക്കുക, ആ സ്റ്റെപ്പിലൂടെ പോവുക, നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. ചെറിയ ചെറിയ ലക്ഷ്യം. ഒരു കോണി എങ്ങനെയാണ് ഇങ്ങനെ 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 കയറി പോവുക ചെയ്യുക, ഓരോ സ്റ്റെപ്പ് വെച്ചാൽ കാര്യം. ഒരു വലിയൊരു ബിസിനസ്സുകാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് എ സക്സസ്. അയാൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആണ്. അപ്പോൾ അയാളോട് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇതാണ്: The great decisions, the correct decisions I have taken in my life has helped me to grow my business. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല വയസ്സായിട്ടുള്ള തീരുമാനങ്ങളാണ് എൻ്റെ ബിസിനസ്സിനെ ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും ഗ്രോത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവരോട് അടുത്ത അവതാരക തിരിച്ചു ചോദിച്ചു, വാട്ട് മേക്സ് യു ടു ടേക്ക് എ ഡിസിഷൻ ഇൻ എ കറക്റ്റ് വേ. ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ പണ്ടെടുത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്, ആ പൊട്ടിപ്പോയതിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം അവർക്കുണ്ടായിരുന്നു. ആ ധൈര്യം നമുക്കും ഉണ്ടാകുക. തോറ്റുപോകട്ടെ, വീഴാതെ ഒരാളും നടക്കാൻ പഠിച്ചിട്ടില്ല. തോറ്റുപോകുമ്പോൾ അതിനകത്തേക്ക് വിട്ടുപോകുന്നവനാണ് തോറ്റുപോകുന്നത്. തിരിച്ചടികൾ വരുമ്പോൾ അതിനകത്തേക്ക് വീണ്ടും 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 നടന്നു പോകാൻ ആരാണോ തയ്യാറാവുന്നത് അവരാണ് ജീവിതത്തിൽ വിജയിച്ചു പോകുന്നത്. ഒരു നമുക്കറിയാം, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പാറ കുഴിഞ്ഞു പോകില്ല, പാറക്കൊന്നും പറ്റില്ല വെള്ളം വീണാൽ. പക്ഷെ നിങ്ങൾ വെള്ളം സ്ഥിരമായിട്ട് വീഴുന്ന സ്ഥലത്തുള്ള പാറയും കുഴിഞ്ഞു പോകുന്നത് കാണാം. ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഇഫ് യു ട്രൈ ഹാർഡ്, നന്നായിട്ട്. ഇപ്പോൾ ട്രെയിനിന് പോയിട്ട് നമ്മൾ എത്ര തടഞ്ഞു കഴിഞ്ഞാലും ട്രെയിൻ നമ്മളെയും തട്ടിപ്പോവും. വർക്ക് ഹാർഡ് എന്നല്ല, വർക്ക് സ്മാർട്ട്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും നേരം നിങ്ങളിവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാതിരുന്നത്, ആ സമയത്തിൻ്റെ നമ്മളിപ്പോൾ 1 മണിക്കൂർ നേരം പറയേണ്ട ഒരു കാര്യം അരമണിക്കൂർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നത് പോലെ തന്നെ, സന്തോഷിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലേക്കും നമ്മൾ മാറുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും സമയം ഇവിടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പേര് ശ്രീനാഥ് ശ്രീധരൻ. വടകരയാണ്, കോഴിക്കോട് വടകരയാണ്. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാണ് മാനേജറായിട്ട്.
ഇത് എൻ്റെ ഒരു പാഷനാണ്. ഇതുവരെ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും 5:30 ഇന്നലെ ഉറങ്ങിയത് 2 മണിയായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇന്ന് അലാം വെച്ചിട്ട് എഴുന്നേറ്റ് വന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കിഗൈ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് എടുക്കുമ്പോൾ എനിക്കത് സന്തോഷം തരുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ രീതിയിലും പോകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫ്രസ്ട്രേഷൻസ് നമുക്ക് കുറേ മാറിക്കിട്ടും. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന കാര്യം അത് നന്നായിട്ട് കണ്ടെത്തി അതിനകത്ത് നിന്ന് സന്തോഷം കണ്ടെത്തി അത് ചെയ്യാൻ നോക്കുക. അല്ലാതെ നമ്മൾ ബാക്കിയുള്ളവരെ നിങ്ങളെ ജീവിതത്തിൽ സന്തോഷം തരും, ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ, എല്ലാവരും, അത് ഉപ്പ, ഉമ്മ, അത് ഇത് മക്കൾ എല്ലാം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ ബേസിക്കലി എല്ലാം നടക്കുള്ളൂ. ഏറ്റവും ബേസ് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നിങ്ങളുടെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ തലക്ക് വെക്കുന്ന ഈ കൈയില്ലേ, ഇത് മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വെളിച്ചം വന്നാൽ നിങ്ങളുടെ നിഴല് പോലും നിങ്ങളെ വിട്ടുപോകും. പുറത്തു നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയില്ല. ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്, യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. നിങ്ങളുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റിയെങ്കിൽ മാത്രമേ ആ സന്തോഷം അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. സെഷൻ അത്രയേ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫീഡ്ബാക്ക് പറയണമെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു എവ്രി വൺ ഫോർ ഹാവിങ് ദ പേഷ്യൻസ് ടു സിറ്റ് ഹിയർ ആൻഡ് ലിസൺസ് ടു മീ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സാറ് പറഞ്ഞ പോലെ നമ്മുടെ വൈൻഡപ്പ് ടൈം ആയിട്ടുണ്ട്. സോ നിങ്ങൾ 2 പേർക്ക് പെട്ടെന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ വിളിക്കുന്നില്ല, റെഡി ആയിട്ടുള്ള 2 പേര് പെട്ടെന്ന് മുന്നോട്ട് വരിക. ഹലോ, ഓക്കെ, അപ്പൊ ആർക്ക് ഫീഡ്ബാക്ക് പറയാനില്ലേ? എന്ത് പറ്റി? ഹലോ മാം, ഗുഡ് മോർണിംഗ്. ആ, പറഞ്ഞോളൂ. പിന്നെ നല്ലൊരു ക്ലാസ്. നമുക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ഈ ഇക്കിഗായി എന്നുള്ള വേർഡ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ബുക്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് വായിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതെന്താണോ നമ്മുടെ ഉള്ളിലുള്ള ഇക്കിഗായി നമ്മൾ കണ്ടെത്തിയാലേ എന്നുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഹാപ്പിനെസ്സും സന്തോഷവും വിജയവും എല്ലാം നേടാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ നല്ല ക്ലാസ്. കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് കേട്ടു. മീൻസ് കേൾക്കാറുണ്ടെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ നിൽക്കും. ഏതായാലും നല്ല ക്ലാസ്. ഓക്കെ, താങ്ക് യു പ്രവിത മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. സാർ നമസ്കാരം. തീർച്ചയായിട്ടും വളരെ വളരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട എങ്ങനെ നമ്മുടെ ഹാപ്പിനെസ് ലൈഫിൽ കൊണ്ടുവരാമെന്ന് സാറ് പ്രാക്ടിക്കൽ സഹിതം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇക്കിഗായിയെ പറ്റിയൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്, എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. തീർച്ചയായിട്ടും ഈ വഴിയെ തന്നെ പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഷില മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ, ഫൈൻ. അപ്പം ഇന്ന് നല്ല അത്രയും ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഒക്കെ തന്ന് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടാണ് ഇന്ന് ശ്രീനാഥ് സർ സെഷൻ എടുത്തിട്ടുള്ളത്. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സർ ഷെയർ ചെയ്ത് തന്നെയും ചെയ്തു. അപ്പം വീണ്ടും ഇതുപോലത്തെ സെഷനായിട്ട് സാറ് ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ശ്രീനാഥ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you, sir. Thank you all. Thanks, sir. Thank you. Thank you all.